ഗർഭിണികൾ മുറ്റടിച്ചോണ്ടിരിക്കുമ്പോ ഇല ഇങ്ങനെ സൈഡിൽ ഇട്ട് കൊടുത്തോണ്ടിരിക്കണ ആ ചേട്ടന്റെ വയറിനല്ലായിരുന്നു ഉദ്ദേശിച്ചത്. ഗുഡ് മോർണിംഗ്, വൈറ്റ് ക്ലാസിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ രാവിലെ പള്ളിയിലൊക്കെ പോയി വന്ന് ഗ്രേസിനെ സ്കൂളിൽ ഇടാനുള്ള പരിപാടിയാണേ. അപ്പൊ പതിവ് പോലെ നമ്മൾ ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. പതിവ് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2-3 ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് പള്ളിയിൽ തിരിച്ചു വരുന്ന വഴിയിൽ ഇഡ്ഡലി മാവ് മേടിച്ചായിരുന്നു. ഇന്നലെ ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ പെട്ടെന്ന് പരിപാടി തരുമല്ലോ. അപ്പൊ അവളെ ഇനി വിടാനുള്ള പരിപാടി ചെയ്യട്ടെ കേട്ടാ. ഇവിടെ നമ്മുടെ മാവിന്റെ ഇല ഇങ്ങനെ പൊഴിഞ്ഞോണ്ടേ ഇരിക്കാണ് കേട്ടാ. എന്തിട്ട് കാണിക്കണേ? പണി ചെയ്യുമ്പോ ഒരു കൈ ഫ്രീ ആക്കിയിട്ട് പെട്ടെന്ന് സ്പീഡിൽ ചെയ്തുകൂടെ? പണി ചേർന്നാ മതി, എന്നാലും ക്ലീൻ ആയിട്ടില്ല. ഞാനൊക്കെ അടിക്കുമ്പോ ഇവിടെ ചവറ് പോയിട്ടൊരു പൊടി പോലും ഉണ്ടാവില്ലായിരുന്നു. അതിന് ചെയ്യുമ്പോ വൃത്തിയായിട്ട് ചെയ്യാം. അതൊന്ന് പോസേ, അത് എന്തായാലും ചെയ്യേണ്ടി വരും. വീണ്ടും ഇല ഇങ്ങനെ വീണോണ്ടേ ഇരിക്കണ്. നമ്മളിപ്പോ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണാറില്ലേ, ഇങ്ങനെ മുറ്റടിച്ചോണ്ടിരിക്കുമ്പോ ഗർഭിണികള് മുറ്റടിച്ചോണ്ടിരിക്കുമ്പോ ഇല ഇങ്ങനെ സൈഡിൽ നിന്ന് ഇട്ട് കൊടുത്തോണ്ടിരിക്കണ ആ ചേട്ടന്റെ വയറിനല്ലായിരുന്നു ഉദ്ദേശിച്ചത്. അതുപോലെ മാവ് ഇങ്ങനെ മോളിൽ നിന്ന് ഇട്ട് കൊടുത്തോണ്ടിരിക്കാം. ചേട്ടന്റെ വയറ് വേണമെങ്കിൽ കുറയ്ക്കാൻ വേണ്ടി മാവിന്റെ ബുദ്ധി ആയിരിക്കും. അത് സ്റ്റീവിന്റെ പണിയാ, സ്റ്റീവിന്റെ പണികളാ. അതൊക്കെ ഇതകത്ത് ഇരിക്കുക എന്റെ പൂവ്. അപ്പം മര്യാദക്ക് അടിക്കുക ചേട്ടാ, കാണുമ്പോ തന്നെ ഒരു ഇത്. അതുകൊണ്ടാ എന്നാലും ഇങ്ങനെ വൃത്തിയായിട്ട് അടിക്കുമ്പോ കാണുമ്പോ ഒരു രസം ഉണ്ടാവല്ലോ. വൃത്തിയായിട്ട് അടിക്കുക. ശരിട്ടാ. വീണല്ല, നമുക്ക് ഇവിടെ വല്ല ടൈം ലാപ്സ് വെച്ചാലോ വീഡിയോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വീണോണ്ടേ ഇരിക്കണ ലാസ്റ്റ് കാണാൻ പറ്റും. എന്തേ? അത് ഞാൻ അവളുടെ ലഞ്ച് ബാഗ് പാക്ക് ചെയ്യട്ടെ. അപ്പൊ ഗ്രേസ് പോയിട്ടാ, ഗ്രേസിന്റെ ബസ് വന്ന് പോയി. കുറച്ചു നേരമായി പോയിട്ട്. അപ്പൊ ഞാൻ ഇനി വേഗം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇനി സ്റ്റീവിനെ പറഞ്ഞയക്കണം. പിന്നെ നാളെ ഞങ്ങളുടെ ഇവിടെ അമ്പ് വരുന്നതാണ് കേട്ടോ. അപ്പൊ ക്ലീൻ ചെയ്യാൻ നമ്മുടെ വീട്ടിൽ അമ്പ് എടുക്കുന്നുണ്ട്, ഇവിടെ അമ്പ് എടുക്കണം. അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യാനാ ചേച്ചി ഇന്ന് ഇത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പ് ഇങ്ങോട്ടൊക്കെ കുറച്ച് ഓട്ടൊക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പൊ അങ്ങോട്ട് പോകണം. അപ്പൊ ആൾക്കുള്ള ഫുഡും പിന്നെ ഇവനെ പറഞ്ഞയക്കണം. അമ്മയുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാൻ. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഇഡ്ഡലി രണ്ടാമത്തെ ട്രിപ്പ് വെച്ചില്ലല്ലേ, വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, വെച്ചില്ല. അപ്പൊ അത് വെക്കണം. അങ്ങനെ ചായ ഞാൻ കുടിച്ചു. പിന്നെ കുറച്ചുകൂടി ചായ ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ ചൂടാക്കിയത് ഇതും കൂടി കുടിച്ചിട്ട് വേണം ബാക്കി ഒരു എനർജി നേടിയിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ അപ്പൊ വേഗം പണികൾ തുടങ്ങട്ടെ. As long as I'm able, scare the monsters under your bed. Deep and abiding, liking for you is all I need. Until my heart gives in, I will do everything I can for you.
അമ്മയുടെ അടുത്ത് രാവിലെ പോയപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ എണീക്കേണ്ട കുറച്ചുകൂടി നേരം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞാലും കുറേ അധികം ലേറ്റ് ആയിട്ടാണ് അമ്മയുടെ അടുത്തേക്ക് ഇന്ന് ചെന്നത്. അമ്മയ്ക്ക് ഉറങ്ങണം, അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് വലിയ സുഖമൊന്നുമില്ല, അപ്പോൾ ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് ഇഡ്ഡലിയൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടാ. അപ്പോൾ അമ്മയ്ക്ക് പഴം പുഴുങ്ങിയത് മുട്ടയും, അപ്പോൾ മൊത്തത്തിൽ കുറച്ച് മുട്ടയും കൂടി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ കളഞ്ഞാൽ സംഭവം റെഡി. അങ്ങനെ ഞാൻ ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ തീർത്ത് സ്റ്റീവിൻ്റെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വീട്ടിലേക്ക് വന്നു. ഞാൻ പറഞ്ഞില്ല ഇവിടെ പണിക്ക് ചേച്ചി ഉണ്ടെന്ന്. അപ്പോൾ ചേച്ചിക്കുള്ള ഫുഡൊക്കെ കൊണ്ട് കൊടുത്ത് പിന്നെ അവനെ കൊണ്ടാക്കിയതിന് ശേഷം ചേച്ചീനെ കൊണ്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ അമ്പ് പെരുന്നാളിനുള്ള ചെറിയ ചെറിയ ഒരുക്കങ്ങളാണ് കേട്ടോ. മുറ്റത്താണെങ്കിൽ ഇങ്ങനെ എല്ലാം ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇനി കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ. ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണട്ടെ. അതിനു മുമ്പ് ഇന്നലെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് വന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലത്തെ കുറച്ച് വിശേഷം കണ്ടിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുതേ. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അതിൽ പിക്ചറിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെയാണോ ഇത് ഉള്ളതെന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഇവിടെ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുക ഫ്രണ്ടിൽ. അപ്പം അതുകൊണ്ട് ചെറുതായിട്ടൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൗണ്ട് കേൾക്കാം. ഗ്രീൻ കളറാണ് കേട്ടോ ഓർഡർ ചെയ്തായിരുന്നു. കൊള്ളാന്ന് തോന്നുന്നു കേട്ടോ, അടിപൊളി. നമ്മള് ഫോട്ടോയിൽ കണ്ട പോലെ തോന്നുന്നുണ്ട്. ഫുൾ ലെങ്ത് ആണ്. ഞാൻ ഇട്ടിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഷോളും ഉണ്ട്. 400 സംതിങ് ആണ് ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തേക്കാം. ഷോളും ഉണ്ട് കേട്ടാ. ഷോളിന് അങ്ങനെ ലെങ്ത് ഇല്ലാന്ന് തോന്നുന്നു. വൺ സൈഡ് ഇട്ടാലേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. എനിക്ക് ഹൈറ്റ് ഉള്ള കാരണം. അപ്പൊ എന്തായാലും ഇട്ട് കാണിച്ചു തരാം. കൊള്ളാട്ടാ, അടിപൊളി. 400 സംതിങ്ങിന് ഇത് നല്ലതാന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ പുറത്ത് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. പുറത്ത് നമ്മുടെ നാച്ചുറൽ ലൈറ്റിൽ കാണിച്ചു തരാം. ഷോളിന് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ലെങ്ത് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. 465 രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നത്. ഷോള് ഞാൻ പറഞ്ഞ പോലെ ലെങ്ത്തും ഇല്ല. നമ്മൾ ഫോട്ടോയിൽ കണ്ട അത്ര വർക്കൊന്നുമില്ല ഷോളിന്. എന്നാലും നമുക്ക് പള്ളിയിൽ പോകാനൊക്കെ ഓക്കെയാണ്. പിന്നെന്താ പറയുക, ഇപ്പോൾ മുസ്ലിംസൊക്കെ തട്ടായിട്ടിടില്ലേ, ആ ഒരു സ്റ്റൈലിനൊക്കെ ഓക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ റെഡി ആയിട്ടൊക്കെ വന്ന് കണ്ണൊക്കെ നെയ്തി ആ ഒരു ലുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഇതൊരു ഇച്ചിരി കൂടി നമ്മുടെ ഫേസിനൊരു ഇതൊക്കെ വരും. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ആ ഒരു സ്റ്റൈലാണ് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ എന്തായാലും പ്രൊഡക്റ്റ് ടാഗ് ചെയ്യേ. ബാക്കി ശേഷം അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ. ബൈ ബൈ.